ടീച്ചർ ജി, അവൾ ശ്രദ്ധിച്ചു. ഞാനൊരു തമാശ പറയട്ടെ, കേൾക്കട്ടെ എന്ന ഭാവത്തിൽ അവൾ നിന്നു. എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, കാരണമൊന്നുമില്ല. അയാളുടെ വരണ്ട് വികൃതമായ മുഖത്ത് രക്തഛായകൾ മിന്നിമായുന്നത് കണ്ടു. അവൾ പരിഭ്രമിച്ചു പോയി. ഓ, പരിഭ്രമിക്കാനൊന്നുമില്ല. വഴിയിൽ തടഞ്ഞു നിർത്തില്ല, പ്രേമലേഖനമെഴുതില്ല, ഒന്നും ചെയ്യില്ല. ഒരു ബന്ധവും സങ്കല്പിക്കാതെ വെറുതെ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. തണുത്ത വാക്കുകൾ ആവശ്യമോ അഭ്യർത്ഥനയോ ഇല്ലായിരുന്നു. മറുപടി പ്രതീക്ഷിക്കുന്നുമില്ല. അവൾ തമ്പിച്ചുപോയി. എന്തെങ്കിലും പറയണമല്ലോ എന്നോർത്ത് അവൾ പ്രയാസപ്പെട്ടു. സ്വാഭാവികത വരുത്താൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ആരാണെന്ന് പോലും നിങ്ങൾക്കറിയില്ലല്ലോ. അതാണ് വേണ്ടത്. നിങ്ങളുടെ പശ്ചാത്തലം മുഴുവൻ എനിക്ക് മറ്റുള്ളവരോട് ചോദിച്ചറിയാം. ഒരു 100 കൂട്ടം കാര്യങ്ങൾ. അതെല്ലാം കൂടിയാവുമ്പോൾ നിങ്ങൾക്ക് ചിത്രത്തിൽ 1000 വേരുകളും ചില്ലകളും ഇലകളുമെല്ലാം വന്നുകൂടുന്നു. നിങ്ങൾ ഒരു ബിന്ദു മാത്രം. സിഗരറ്റിൻ്റെ അവസാനത്തെ പുക കൂടി വലിച്ചെടുത്ത് സംതൃപ്തിയോടെ അയാൾ അത് ദൂരേക്ക് എത്തിത്തെറിപ്പിച്ചു. നിങ്ങൾ ആരാണ്? എവിടെ നിന്ന് വരുന്നു? വരണ്ട മുഖവും നെറ്റിയിൽ വികൃതമായ കറുപ്പും കണ്ണിൽ പ്രകാശവുമുള്ള ഈ മനുഷ്യനെപ്പറ്റി ചോദിക്കാൻ പലതുമുണ്ടായിരുന്നു. ആ, പിന്നെ ടീച്ചർ ജി, ഒരപേക്ഷ. അവൾ നിശബ്ദമായി കേൾക്കാൻ തയ്യാറെടുത്തു. ഇടയ്ക്കൊക്കെ ഒന്ന് ചിരിക്കണം, അല്ലെങ്കിൽ ആ മഹാസിദ്ധി മറന്നു പോകും. ഞാൻ കരയുന്നില്ലല്ലോ. കരയുന്നത് കണ്ടാൽ എനിക്ക് അറപ്പേ തോന്നാറുള്ളൂ. നിങ്ങൾ ചിരിക്കുന്നത് കാണുമ്പോഴാണ് വിഷമം. അയാൾ വാച്ചിൽ നോക്കി. ഓ, മരുന്നിൻ്റെ സമയം. രക്ഷിതാവിനെ ഭയപ്പെടണം. അയാൾ ധൃതിയിൽ അയഞ്ഞ ട്രൗസറുകൾ വലിച്ചിഴച്ച് നടന്നു പോകുമ്പോൾ അവൾ നോക്കി നിന്നു. ഭ്രാന്താണോ? സന്ധ്യ കറുക്കാൻ തുടങ്ങി. നടുമുറ്റത്തെ ഡോം ലൈറ്റിട്ടു. വിളറിയ ഇരുട്ടിൽ പതിഞ്ഞു കിടക്കുന്ന ആ കെട്ടിടത്തിനകത്ത് തനിയേയിരിക്കാൻ ഭയം തോന്നി. അമർ സിംഗ് വരാൻ ഇനിയും എത്ര താമസിക്കുമോ എന്തോ. വരാന്തയുടെ ചുറ്റും നടന്ന് ഇടവിട്ട കൽത്തൂണുകളിലെ സ്വിച്ച് അമർത്തി. മുറിയിൽ ചെന്നിരുന്നു. പുസ്തകങ്ങൾ മറിച്ചു നോക്കി. കണ്ടു പഴകിയ പുറംചട്ടകൾ. മടുപ്പ്. പകൽ മഴ പലവട്ടം ചാറി. കാറ്റിന് നല്ല തണുപ്പുണ്ടായിരുന്നു. കുന്നിൻ്റെ ചെരുവിൽ വഴി തിരിയുന്നിടത്ത് കരിങ്കല്ല് കെട്ടിയുണ്ടാക്കിയ അർദ്ധവൃത്തത്തിൽ നിന്നുള്ള കാഴ്ചപ്പാടിൽ ദൂരത്തെ കൊടുമുടികൾ പുകച്ചുരുളുകളായി മാറി. മലമ്പാതയിൽ നിന്നു വല്ലപ്പോഴും ഒരു കുളമ്പടി കേൾക്കാം. നിങ്ങൾ കേട്ടത് MT വാസുദേവൻ്റെ മഞ്ഞിൽ നിന്നും അധ്യായം 14 നിന്നും കുറച്ച് വാക്കുകൾ. ശബ്ദം നൽകിയത് ഷഹീൻ S.